ന്യൂസ് 16 കേരള. പരപ്പനങ്ങാടി സ്വദേശി മുസ്തഫയുടെ മൃതദേഹം ജിസാനിൽ മറവ് ചെയ്തു. ജൂൺ 16-ന് ജിസാനിലെ ബേഷിൽ മരിച്ച മലപ്പുറം പരപ്പനങ്ങാടി ചിറമംഗലം സ്വദേശി മുസ്തഫയുടെ മൃതദേഹം വ്യാഴാഴ്ച മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ജിസാൻ ദർബിലെ അൽഖായിം മഖ്ബറയിൽ ഖബറടക്കി. ദർബിലെ ജോഹറ മസ്ജിദിൽ നടന്ന മയ്യിത്ത് നമസ്കാരത്തിൽ ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം നിരവധി പേർ പങ്കെടുത്തു. നമസ്കാരത്തിന് സ്വദേശി പൗരൻ ഹുസൈൻ മിരിയാഹി നേതൃത്വം നൽകി. ദർബിൽ 8 വർഷമായുള്ള മുസ്തഫ ഇവിടെ ഒരു ബൂഫിയയിൽ ജീവനക്കാരനായിരുന്നു. ജോലിസ്ഥലത്ത് പൊടുന്നനെ തളർന്നു വീഴുകയും ബോധക്ഷയം സംഭവിക്കുകയും ചെയ്തതിനെ തുടർന്ന് ബേഷ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സയിലായിരുന്നു. അതിനിടെയാണ് മരണം സംഭവിച്ചത്. മരണാനന്തര നിയമ നടപടികൾ പൂർത്തിയാക്കാൻ KMCC ജിസാൻ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ഷംസു പൂക്കോടൂരിന്റെ നേതൃത്വത്തിൽ വൈസ് പ്രസിഡന്റ് സുൽഫി, സെക്രട്ടറി ഷമീൽ വലമ്പൂർ, ബേഷ് KMCC പ്രസിഡന്റ് കോമു ഹാജി, ദർബ് KMCC ഓർഗനൈസിംഗ് സെക്രട്ടറി ഷമീം പാലത്തിങ്ങൽ, വൈസ് പ്രസിഡന്റ് ഷഫീഖ്, ഷിഹാബ് എടവണ്ണ തുടങ്ങിയവർ രംഗത്തുണ്ടായിരുന്നു. മുസ്തഫയുടെ ഭാര്യ സഹോദരൻ മഹ്റൂഫ്, ഭാര്യാപിതാവിന്റെ സഹോദരൻ ഇല്യാസ് തുടങ്ങിയവരും ജിസാനിലെത്തി മറവ് ചെയ്യുന്നതുവരെ എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിച്ചു. ഗമീസ് മുഷൈദ്, ദർബ് ഷെയ്ഖ്, ഷക്കീഖ് എന്നിവിടങ്ങളിൽ നിന്നായി നിരവധി പേർ അൽഖായി മഖ്ബറയിൽ നടന്ന ഖബറടക്ക ചടങ്ങിൽ സംബന്ധിച്ചു. ഭാര്യയും 5 കുട്ടികളും അടങ്ങുന്ന മുസ്തഫയുടെ കുടുംബം പരപ്പനങ്ങാടി ചിറമംഗലം റെയിൽവേ ഗേറ്റിന് സമീപത്താണ് താമസിക്കുന്നത്. ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.